കേസ് ഒതുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി പരാതിക്കാരൻ അനീഷ് ബാബു. ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖറിന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചെന്നും രേഖകൾ നൽകിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും അനീഷ് മീഡിയ വണിനോട് പറഞ്ഞു. കേസിൽ അറസ്റ്റിലായ ഇടനിലക്കാരൻ വിൽസനാണ് പണത്തിന്റെ കാര്യം സംസാരിച്ചതെന്നും മലയാളി ഉദ്യോഗസ്ഥനായ രാധാകൃഷ്ണൻ രേഖകൾ നൽകിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് അനീഷിന്റെ വെളിപ്പെടുത്തൽ. കൂടുതൽ ഇഡി ഉദ്യോഗസ്ഥർക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്നും അനീഷ് ആരോപിച്ചു. ശേഖർ എന്ന് പറഞ്ഞ സാറിൻ്റെ ക്യാമ്പിൻ്റെ അകത്ത് വെച്ചിട്ട് പുള്ളിക്കാരൻ എന്നോട് ഫസ്റ്റ് പറയുന്ന കാര്യമാണ്, ഈ 14 ദിവസം നിനക്ക് കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, 14 ദിവസം കഴിഞ്ഞ് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത ദിവസം അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ഈ വിൽസൺ എന്ന് പറഞ്ഞ ആൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. വിൽസണുമായുള്ള കൂടിക്കാഴ്ചകൾ റെക്കോർഡ് ചെയ്ത തെളിവുകൾ വിജിലൻസിന് കൈമാറിയിട്ടുണ്ടെന്ന് അനീഷ് പറഞ്ഞു. ഞാനും ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ സാറും പിന്നെ വേറെ 2 പേരും കൂടെ ഉള്ള സമയത്ത് നടന്ന ഇൻസിഡൻറ്റ് കൃത്യമായിട്ട് ഇവൻ എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൻ അതിൻ്റെ അകത്ത് ഒരാളുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഒരിക്കലും അവനത് പറയാൻ പറ്റില്ല. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുത്തെന്ന് പറഞ്ഞായിരുന്നു ഭീഷണി. PMLA ആക്ട് പ്രകാരമാണ് തനിക്ക് നോട്ടീസ് നൽകിയത്. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ എല്ലാ തെളിവുകളും കൈമാറിയിട്ടുണ്ടെന്നും അനീഷ് ബാബു പറഞ്ഞു. മീഡിയ 1 കൊച്ചി. ഇഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ പ്രധാനി ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്ത് എന്ന നിഗമനം. അറസ്റ്റിലായ ഇടനിലക്കാരൻ മുകേഷ് ഹവാല ഇടപാടുകാരനാണെന്നും വിജിലൻസിന് വിവരം ലഭിച്ചു. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഫെമ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തിരുന്നത് ചാർട്ടേഡ് അക്കൌണ്ടന്റായ രഞ്ജിത്താണ്. രഞ്ജിത്തിന് ഇഡി ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമാണുള്ളത്. രഞ്ജിത്താണ് കൈക്കൂലി ഇടപാടിലെ മുഖ്യ കണ്ണിയെന്നാണ് വിലയിരുത്തൽ. ഇടനിലക്കാരനായ വിൻസനുമായി ചേർന്നാണ് രഞ്ജിത്ത് ഇടപാട് നടത്തിയതെന്നും വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. രഞ്ജിത്തിന്റെ ഓഫീസിൽ നിന്ന് രേഖകളും കണ്ടെത്തി. കേസിലെ പ്രതിയായ മുകേഷ് ഹവാല ഇടപാടുകാരനാണ്. ഇയാളുടെ അക്കൌണ്ടിൽ വൻ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. മറ്റൊരു പ്രതി മിഡ്സിന്റെ ബാങ്ക് ഇടപാടുകളിലും ദുരൂഹതയുണ്ട്. അറസ്റ്റിലായ രഞ്ജിത്ത്, വിൽസൺ, മുകേഷ് എന്നിവരിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖറിനെ ചോദ്യം ചെയ്യുക. ശേഖറിന്റെ പങ്കിനെക്കുറിച്ചും ഇഡി അന്വേഷണം ആരംഭിച്ചു. സമൻസ് ചോർന്നത് എങ്ങനെയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷണം നടത്തുന്നുണ്ട്. മീഡിയ 1